NDA വടകര നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വടകരയിൽ ഇന്ന് റോഡ് ഷോയും മണ്ഡലം കൺവെൻഷനും നടക്കുകയാണ്. റോഡ് ഷോ നടക്കുന്ന പരിസരത്ത് നിന്ന് വിശേഷങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഏതായാലും വലിയ സ്വീകാര്യത പ്രഫുൽ കൃഷ്ണയ്ക്കും അവിടെ ലഭിക്കുന്നു എന്നാണ് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രചാരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ധൂർത്ത് അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ സജീവമായി പ്രഫുൽ കൃഷ്ണ ഇടപെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വീകാര്യത യുവാക്കൾക്കിടയിലും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സാഹചര്യത്തിൽ തന്നെ വടകര മണ്ഡലവും ഉൾപ്പെട്ടിരുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ CR പ്രഫുൽ കൃഷ്ണനെ രംഗത്തിറക്കി വടകരയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു CR പ്രഫുൽ കൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തെ BJP പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ പിൻവാതിൽ നിയമനം ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളിൽ വലിയ രീതിയിൽ രംഗത്തിറങ്ങുകയും യുവജന പ്രക്ഷോഭങ്ങൾ നടക്കുകയും യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പോരാട്ടത്തിനിറങ്ങുകയും ചെയ്ത നേതാവാണ് CR പ്രഫുൽ കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ വടകര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വോട്ട് വിജയത്തെ സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയായി മാറാൻ CR പ്രഫുൽ കൃഷ്ണന് സാധിക്കും എന്ന തിരിച്ചറിവ് BJP നേതൃത്വത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപേ തന്നെ CR പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ BJP ഇവിടെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് CR പ്രഫുൽ കൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 3:30 നമ്മൾ ഇവിടെ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള വടകര ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് 2 കിലോമീറ്ററോളം ദൂരത്തുള്ള നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ഇപ്പോൾ ഇവിടെ നടക്കും. അതിനുശേഷം വടകര ടൗൺ ഹാളിൽ വെച്ച് BJPയുടെ സംസ്ഥാന പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ്. ഈ രീതിയിൽ എല്ലാ ദിവസവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ BJP സംവിധാനത്തിന് കഴിയുന്നുണ്ട്. വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ യുവമോർച്ചയുടെയും BJPയുടെ മഹിളാ മോർച്ചയുടെയും പ്രത്യേക സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ ദിവസവും വ്യത്യസ്ത ടീമുകളായിട്ട് മണ്ഡലത്തിൽ ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലും ഗൃഹസമ്പർക്കങ്ങളും മറ്റു പ്രചാരണ പരിപാടികളും വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. നമുക്കറിയാം, BJP നടത്തിയിട്ടുള്ള ഒരു ചടുലമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി വടകരയിലെ MP ആയിരുന്ന K മുരളീധരന് തൃശ്ശൂരിലേക്ക് പോകേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിച്ച് BJP നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ നേരിടാൻ സാധിക്കാതെ വന്നതോടുകൂടി K മുരളീധരന് തന്നെ ഇവിടെ നിന്ന് വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിലാണ് UDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. KK ശൈലജ LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഇവരുടെയൊക്കെ വിജയത്തെ നിർണ്ണയിക്കാനുള്ള അല്ലെങ്കിൽ അതിനട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുമായി വലിയ രീതിയിലുള്ള പ്രചാരണവുമായി BJPയുടെ സംവിധാനങ്ങളും രംഗത്തുണ്ട്. CR പ്രഫുൽ കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ വടകര ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആള് തന്നെയാണ്. KK ശൈലജ എന്ന് പറയുന്നത് കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആളും, ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക വടകരയിലും വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥികൾ വളരെ മുന്നേറ്റം ഉണ്ടാക്കുന്നു. പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രചാരണം വടകരയിൽ മുന്നോട്ട് പോകുന്നു എന്നും അതിൻ്റെ വിശദാംശങ്ങളാണ് ഗൂഗിൾ നൽകിയത്.